നമസ്കാരം. ഇന്നലെ IRGCയും ഇസ്രായേലും തമ്മിൽ മിസൈൽ എക്സ്ചേഞ്ചസ് ഉണ്ടായെങ്കിലും ട്രംപിൻ്റെ ഇടപെടലിനെ തുടർന്ന് രണ്ട് കക്ഷികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയില്ല എന്ന് ട്രംപിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ IRGCയും ഇസ്രായേലും തമ്മിലുള്ള ഇപ്പോഴത്തെ അറ്റാക്ക് തുടങ്ങി വെച്ചത് IRGCയാണ്. അതിനവർ കാരണമായി പറഞ്ഞത് ലെബനോണിൻ്റെ തലസ്ഥാനമായ ബെയ്റൂത്തിലെ ഹെസ്ബുള്ള ആസ്ഥാനങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളതാണ്. അതിന് ഞായറാഴ്ച ഇസ്രായേലിൻ്റെ നേരെ മിസൈലുകൾ 10 മിസൈലുകളെങ്കിലും ഇസ്രായേലിലെത്തിയിട്ടുണ്ട്. ബഞ്ചസ് ഓഫ് മിസൈൽ 3 ബഞ്ചസ് ആയിട്ടാണ് അത് അയച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത് അവിടുത്തെ എയർപോർട്ടിനെയും ഒരു കെമിക്കൽ ഫാക്ടറിനെയും ഒക്കെ ലക്ഷ്യം വെച്ചു എന്നാണ്. എന്തായാലും റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിൽ ഒരു ഡാമേജും അതിനെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇനീഷ്യൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് കുറച്ച് ആളുകൾക്ക് പരിക്ക് പറ്റിയതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഷെൽട്ടറുകളിലേക്ക് ഓടുന്നതിനിടയിൽ വീണും ഒക്കെ ആയിട്ട് ആൾക്ക് പരിക്ക് പറ്റിയ റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആർക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല. ഇസ്രായേലിൽ അതൊരു ഡാമേജും ഉണ്ടാക്കിയിട്ടില്ല. പകരമായിട്ട് ഇസ്രായേൽ തിരിച്ചാക്രമിച്ചു. അത് മൺഡേ മോർണിംഗിലാണ്. മൺഡേ മോർണിംഗ് മീൻസ് ഇറാനിലെ നേരം വെളുക്കുന്നതിന് മുൻപാണ് ആക്രമണം ഉണ്ടായത്. വളരെ വ്യാപകമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അത് വിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇറാൻ്റെ ആക്രമണം എന്ന് പറയുന്നത് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് പൊതുവേ ഇറാൻ്റെ വെസ്റ്റേൺ സൈഡിൽ നിന്ന് മിസൈലുകൾ അയക്കുന്നു. ഒരു ലക്ഷ്യം വെച്ച് അയക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ 1000-1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിലേക്കാണ് മിസൈലുകൾ അയക്കുന്നത്. അതിൻ്റെ പ്രിസിഷൻ വളരെ കുറവായിരിക്കും. കാരണം 1500 കിലോമീറ്റർ അകലെയൊക്കെ പോയി വീഴുമ്പോൾ അതിൻ്റെ പ്രിസിഷൻ ഡിസൈഡ് ചെയ്യാനാവില്ല. നേരെ മറിച്ച് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെല്ലാം വിമാനങ്ങളിൽ നിന്നുള്ള മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു. അത് IRGC തന്നെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. എയർ ടു സർഫസ് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് ആക്രമിച്ചതെന്ന് അവർ തന്നെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ആക്രമണങ്ങൾ സെൻട്രൽ ഇറാനിലും സൗത്ത് വെസ്റ്റേൺ ഇറാനിലുമുള്ള നിരവധി നഗരങ്ങളെ ആക്രമിച്ചു. കൂടാതെ ഇറാൻ്റെ ഒരു പ്രധാനപ്പെട്ട പെട്രോകെമിക്കൽ ഫാക്ടറി, അത് മിസൈലിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് നിർമ്മിക്കുവാൻ വേണ്ടി ഉള്ള ഫാക്ടറിയാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ആ ഫാക്ടറി ആക്രമിക്കപ്പെട്ടു. കൂടാതെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടായിട്ടുള്ള ഇമാം ഖമനേയി എയർപോർട്ട് ടെഹ്റാനിലേതാണ്. അത് ആദ്യത്തെ ആക്രമണം കഴിഞ്ഞ് റിപ്പയറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തുറന്നിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അത് വീണ്ടും പ്രവർത്തനരഹിതമാക്കത്തക്ക രീതിയിൽ ആ എയർപോർട്ടും ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഇറാൻ പറയുന്നത്, IRGC പറയുന്നത്, ഒരു അമേരിക്കൻ സപ്പോർട്ടില്ലാതെ ഇത്രത്തോളം വ്യാപകമായൊരു ആക്രമണം ഇസ്രായേൽ നടത്താനാവില്ല എന്നാണ് IRGC അവകാശപ്പെടുന്നത്. നേരെ മറിച്ച് അമേരിക്ക പറയുന്നത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ചയാണ് ഇറാൻ ആക്രമിച്ചത്. ആക്രമിച്ച ശേഷം അമേരിക്ക ഇസ്രായേലിനെ വാൺ ചെയ്തിരുന്നു, തിരിച്ചാക്രമിക്കരുത്, നിങ്ങൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല, കുറച്ച് മിസൈൽ അവിടെ വന്ന് നിങ്ങളെ നോക്കി പോയതേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചാക്രമിക്കരുത് എന്ന് ട്രംപ് വാൺ ചെയ്തിരുന്നു. പക്ഷേ ഇസ്രായേൽ അവരുടെ രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചാക്രമിക്കുക എന്നുള്ളത് അവരുടെ റൈറ്റാണ് എന്നുള്ളത് അവർക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അത് ഏത് ട്രംപ് പറഞ്ഞാലും അവർ കേൾക്കില്ല എന്നുള്ളതും അവർക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ തിരിച്ചാക്രമിച്ചു. അത് ആക്രമണം നടന്നു കഴിഞ്ഞ് ട്രംപ് പറഞ്ഞത് ഇറാൻ ഹാസ് ഇറ്റ്സ് ഓൺ ഫൺ ആൻഡ് ഇസ്രായേൽ ഹാസ് ഇറ്റ്സ് ഓൺ ഫൺ എന്നാണ്. അവരൊരു തമാശക്കളി എന്ന നിലയിലാണ് ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാൻ ട്രംപിൻ്റെ ഒരു അനുമതിയോടുകൂടി തന്നെ ആയിരിക്കും ഈ ആക്രമണം നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാനാവും. എന്തായാലും ട്രംപ് പുറമെ പറഞ്ഞത് ട്രംപിൻ്റെ അനുമതിയോടെ അല്ല എന്നാണ്. അപ്പോൾ IRGCയുടെ ഒരു അസസ്മെൻറ്റ്, ഇസ്രായേൽ ഒറ്റയ്ക്ക് ആക്രമിച്ചാൽ ഇത്രയും വ്യാപകമായ തോതിലുള്ള ഒരു ആക്രമണം നടത്താനാവില്ല, അത് അമേരിക്കയുടെ സഹായത്തോടു കൂടി ചെയ്തു എന്നാണ്. പക്ഷേ അമേരിക്ക എവിടെ നിന്ന് സഹായിച്ചു, എങ്ങനെ സഹായിച്ചു എന്നവർ പറയുന്നില്ല. പക്ഷെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, 100 കണക്കിന് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ ഒരു 3 ആഴ്ച മുൻപ് ഇസ്രായേലിൽ വന്ന് തമ്പടിച്ചതായി വാർത്തകളുണ്ടായിരുന്നു. നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്ത സംഗതിയാണ്. 100 കണക്കിന് ഫൈറ്റർ ജെറ്റുകളാണ് ഇസ്രായേലിൽ വന്ന് തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫൈറ്റർ ജെറ്റുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഒറ്റയടിക്ക് നല്ല രീതിയിൽ ഒന്ന് നിരത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതിൽ വാസ്തവത്തിൽ ഇറാൻ ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇറാൻ ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലെബനോണെ കൂടി പീസ് അഗ്രിമെൻറ്റിൽ ചേർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അവർ നടത്തുന്ന ആക്രമണങ്ങൾ, അത് കുവൈറ്റിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളാണെങ്കിലും ബഹ്റൈൻ്റെ നേരെ നടത്തുന്ന ആക്രമണങ്ങളാണെങ്കിലും ഇന്നലെ സൗദി അറേബ്യയ്ക്ക് നേരെ നടത്തി എന്ന് വിചാരിക്കപ്പെടുന്ന ആക്രമണമാണെങ്കിലും സൗദി അറേബ്യയിൽ സൈറൺസ് മുഴങ്ങിയിരുന്നു, ഡിഫൻസ് മെക്കാനിസം ആക്റ്റീവായിരുന്നു, പക്ഷേ മിസൈലുകൾ എത്തിയതായി വിവരമില്ല. എന്തായാലും ശരി, ആ ആക്രമണങ്ങളൊക്കെ അവർ പ്രധാനമായിട്ടും അമേരിക്കയെ പ്രഷറൈസ് ചെയ്ത് എത്രയും വേഗം ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും IRGC ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്
അനലിസ്റ്റുകൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് അവരുദ്ദേശിക്കുന്നത് ലെബനോൺ കൂടി ഇതിൻ്റെ പാക്ട് ആവണം, ഈ എഗ്രിമെൻ്റ് ഭാഗമായി തീരണം എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് ഇതിൽ ഇടപെട്ടു എന്നുള്ളത് വാസ്തവം. അദ്ദേഹം എന്ത് കാര്യമുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഇറാനോടും ആക്രമിക്കരുത്, ഇസ്രായേലിനോട് ആക്രമിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇറാന് കൊടുത്ത അഷ്വറൻസ് ഇതാണ്: നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുന്നത് വരെ ഇനി ഇസ്രായേൽ നിങ്ങൾ ആക്രമിക്കുക എന്നാണ് ഇറാൻ കൊടുത്ത അഷ്വറൻസ്. അപ്പോൾ ഇസ്രായേലിനോട് ആക്രമിക്കരുതെന്ന് പറഞ്ഞു, എന്നിട്ട് ഇറാൻ അഷ്വറൻസ് കൊടുത്തു ഇസ്രായേൽ ആക്രമിക്കുക, പ്രൊവൈഡഡ് നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുന്നത് വരെ ഇസ്രായേൽ ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആക്രമിച്ചാൽ ഇറാനെ തിരിച്ചാക്രമിക്കാനുള്ള ഇസ്രായേലിൻ്റെ റൈറ്റ് റിസർവ്ഡ് ആണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞത് ഞങ്ങൾ തിരിച്ചാക്രമിക്കുന്നില്ല, പക്ഷേ ബെയ്റൂട്ടിനെ ആക്രമിച്ചാൽ കളി മാറും എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ല, ബെയ്റൂട്ടിനെ ആക്രമിച്ചാൽ കളി മാറും എന്നവർ പറഞ്ഞു. ഇസ്രായേൽ പറഞ്ഞത് ഓഫ് കോഴ്സ് ഞങ്ങളെ ആക്രമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ ഇറാനെയും തിരിച്ചാക്രമിക്കുന്നില്ല, പക്ഷേ ലെബനോണും ഇതും കൂടെ കൂട്ടിക്കെട്ടണ്ട. ലെബനോണിൽ ഞങ്ങൾ ചെയ്യുന്ന പണി അത് ഞങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും. കാരണം ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി കൊടുക്കുക എന്നുള്ളത് ഒരു രാജ്യം എന്ന നിലയിൽ ഇസ്രായേലിൻ്റെ റൈറ്റാണ്. ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾ ആക്രമിക്കുന്നത് തെക്കൻ ലെബനോണിലുള്ള, അതായത് ലതാനി റിവറിനും ഇസ്രായേലിൻ്റെ ബൗണ്ടറിക്കും ഇടയിലുള്ള ഇസ്രായേലി സൈന്യത്തെയാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നുള്ളൊരു ന്യായമാണ് ഹിസ്ബുള്ള പറയുന്നത്. ഇസ്രായേൽ പറയുന്നത് ലതാനി റിവറിനും ഇസ്രായേലിൻ്റെ ബൗണ്ടറിക്കും ഇടയിലുള്ള ലെബനോണിൻ്റെ ഭാഗം അത് ഒരു ബഫർ സോണായി തങ്ങൾ മാറ്റിയിരിക്കുന്നു. അവിടെ ഹിസ്ബുള്ളയ്ക്കോ അല്ലെങ്കിൽ അവിടെ താമസമാക്കിയിട്ടുള്ള ഷിയായിറ്റ്സിനോ അവിടെ യാതൊരു കാര്യവുമില്ല, അത് തങ്ങളുടെ റീജിയനാണ്. അവിടെയുള്ള ഇസ്രായേൽ സേനയെ ആക്രമിച്ചാൽ നിശ്ചയമായും തിരിച്ച് ആക്രമിക്കും എന്ന് പറഞ്ഞു. ഇന്നും ബെയ്റൂട്ടിൽ ആക്രമണം നടന്നിട്ടുണ്ട്. എന്തായാലും ഇറാൻ അതിന് പ്രത്യേകിച്ച് റെസ്പോൺസ് നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മൾ ഈ ന്യൂസ് പ്രിപ്പയർ ചെയ്യുന്നവരെ തയ്യാറായിട്ടില്ല. അതിനിടയിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗാസയിലെ ഇസ്രായേൽ ഗാസ പ്രദേശത്ത് ഈ ഇറാനും ഇസ്രായേൽ അമേരിക്ക ആ കോമ്പിനേഷനായിട്ടുള്ള യുദ്ധം വന്നതോടെ ഇൻ്റർനാഷണൽ ശ്രദ്ധ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശ്രദ്ധ മുഴുവൻ ഈ ഗാസയിൽ നിന്ന് മാറിപ്പോയി. ആ ഒരു സമയം ഉപയോഗിച്ച് ഇസ്രായേൽ ഗാസയെ അതിശക്തമായി ആക്രമിക്കുകയും ഹമാസിനെ വല്ലാതെ പിന്തള്ളിക്കൊണ്ട് ഹമാസിൻ്റെ കയ്യിലുള്ള പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ യെല്ലോ ലൈൻ പ്രകാരം 54% ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി. അത് ഈ ദിവസങ്ങൾക്കുള്ളത് 70% ഇസ്രായേലിൻ്റെ കയ്യിലെത്തുമെന്ന് ഇന്നലെ നെതന്യാഹു പറഞ്ഞു. വിച്ച് മീൻസ് ഓൺലി 30% മാത്രമാണ് പിന്നീട് ഹമാസ് നിയന്ത്രണത്തിൽ വരുന്നത്. അനൗദ്യോഗികമായ വാർത്താ ഏജൻസികൾ സൂചിപ്പിക്കുന്നത് ഈ ഗാസ പ്രദേശത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിഞ്ഞ് മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഹമാസ് ഇസ്രായേലുമായി യുദ്ധത്തിന് എൻഗേജിലായിരിക്കുന്ന ആ സൗകര്യം നോക്കി അവർ തടവിലിട്ടിരിക്കുന്ന ജനം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതൊക്കെ തടവിലാണ്. IRGC ഇറാനിലെ ജനത്തെ തടവിലിട്ടിരിക്കുന്നു, ഹെസ്ബുള്ള ലെബനോണിലെ ജനത്തെ തടവിലിട്ടിരിക്കുന്നു, ഹമാസ് ഗാസയിലെ ജനത്തെ തടവിലിട്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ പിശാചുകളൊന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് അവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ പ്രാർത്ഥന. കാരണം അവരാണ് ഇസ്രായേലിനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ നേരെ ആക്രമണവുമായി ചെല്ലുന്നതും അതിൻ്റെ പകരമായി ഇസ്രായേൽ ഈ രാജ്യങ്ങളുടെ മേലെ കൊണ്ട് തീ കോരിയിടുന്നതും ഈ ഭീകര സംഘടനകൾ അതാത് രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇറാൻ ആക്രമിക്കപ്പെടാനുള്ള ഒരേ ഒരു കാരണം IRGC അമേരിക്കയും ഇസ്രായേലിനെയും ലക്ഷ്യം വെച്ചതുകൊണ്ടാണ്. മരിക്കാതിരിക്കാൻ വേണ്ടി, കൊല്ലപ്പെടാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ കൊല്ലും എന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരുത്തനെ തിരിച്ചു കൊല്ലുക എന്നുള്ളത് ആരുടെയും റൈറ്റാണ്. ഇപ്പോൾ ഇസ്രായേലിനെ തീർക്കാൻ വേണ്ടി IRGC എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഇറാനിൽ രൂപപ്പെടുന്നു. ആ ഭീകര സംഘടന അതിൻ്റെ വേരുകൾ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പേരിൽ സിറിയയിലും ഇറാഖിലും ലെബനോണിലും യമനിലും ഒക്കെ വളർത്തിയെടുക്കുന്നു. ഇസ്രായേലിനുള്ളിൽ തന്നെ ഗാസയിലും വളർത്തിയെടുക്കുന്നു. അപ്പോൾ ഈ ആക്സസുകളെ അതിനെ ഇറാൻ്റെ കൈകൾ എന്നാണ് വിളിക്കുന്നത്. ആ കൈകളെ ഓരോന്നിനെയായിട്ട് ഇസ്രായേൽ ഇങ്ങനെ തല്ലി ഓടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ മിക്കവാറും എല്ലാ കൈകളും ഒടിഞ്ഞു. ഹമാസ് ഓൾമോസ്റ്റ് തീർന്നു, മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ച് ജീവൻ കൂടി ബാക്കിയുണ്ട്, അത് ഇസ്രായേൽ തീർത്തോളും. ഹെസ്ബുള്ള ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതും തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അവസാന ശ്വാസത്തിലേക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്നാണ്, ഈ പീസ് പാക്റ്റിൻ്റെ ഭാഗമായിട്ട് രക്ഷിച്ചെടുക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ IRGC ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധ്യത കുറവാണ്. സിറിയയിൽ നിന്ന് ഓൾമോസ്റ്റ് അത് ഔട്ടായി. ഇപ്പോൾ ഈ ഹമാസിനെ രക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ IRGCയുടെ താല്പര്യമല്ല എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഈ പീസ് പാക്റ്റിൻ്റെ ഭാഗമായിട്ട് പാലസ്തീൻ എന്നൊരു വാക്കോ അല്ലെങ്കിൽ ഹമാസ് എന്നൊരു വാക്കോ ഹിസ്ബുള്ള പുഷ് ചെയ്യുന്നില്ല. IRGC പുഷ് ചെയ്യുന്നില്ല. കാരണം ഈ ഹമാസ് എന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു സുന്നി സംഘടനയാണ്, അത് ഷിയ സംഘടനയല്ല. അത് ഇസ്രായേലിനെതിരായതുകൊണ്ട് ഇസ്രായേലിനെ കൊല്ലാൻ ഇതിനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കിയ ഷിയായിറ്റുകൾ IRGC ഈ ഹമാസ് സംഘടനയെ ദത്തെടുക്കുകയായിരുന്നു. ഇപ്പോൾ അതിനെ ദത്തെടുത്തിട്ട് കാര്യമില്ല. സ്വന്തം സംഘടനകൾ ഹെസ്ബുള്ളയെ, ഹൂത്തിയെ അല്ലെങ്കിൽ
ഇറാഖിലുള്ള അവരുടെ സംഘടനയെ ഇതിനെ ഒന്നും രക്ഷിക്കാൻ തന്നെ തങ്ങൾക്ക് കഴിയാതായ ഒരവസരം വന്നതോടെ ഹാമാസിനെ ഇവർ കൈയൊഴിഞ്ഞ മട്ടാണ്. അതുകൊണ്ട് ഹാമാസിനെക്കുറിച്ചോ ഗാസയെക്കുറിച്ചോ ഇപ്പോൾ ഇറാൻ മിണ്ടുന്നില്ല. നേരത്തെ ഗാസയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇവരെല്ലാവരും കൂടി ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നത്. ഇപ്പോൾ ഏകദേശം ഇറാന് ആ കൊതി മതിയായി. ഇനി അവരുടെ കൈകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ, ലെബനോണിലുള്ള ഹിസ്ബുള്ള ചാവാതെ നോക്കാൻ പറ്റുമോ, ഇറാനിലുള്ള IRGC ചാവാതെ നോക്കാൻ പറ്റുമോ എന്നുള്ളൊരു അവസാന ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിനിടയിലൂടെ ഒരു 4 ദിവസം മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇറാൻ്റെ ഫ്രോസൺ അസറ്റ്സ് ഒന്നും തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവരുടെ പീസ് അഗ്രിമെൻറ്റിൽ അവർ ഒന്നാമത്തെ കണ്ടീഷനായി വെച്ചിരിക്കുന്നത് അവരുടെ ഫ്രോസൺ അസറ്റ്സിൽ നിന്ന് 22 മുതൽ 24 വരെ മില്യൺ അല്ല ബില്യൺ, 1000 മില്യണെയാണ് ഒരു ബില്യൺ എന്ന് പറയുന്നത്. 22 മുതൽ 24 വരെ ബില്യൺ ഡോളറുകൾ റിലീസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു ഒരു ഡിമാൻഡായിട്ട്, ഏറ്റവും നമ്പർ 1 ഡിമാൻഡായിട്ട് പറഞ്ഞിരുന്നത്. ഇറാൻ്റെ മൊത്തം അസറ്റുകൾ ഏകദേശം 100 മുതൽ 125 വരെ ബില്യൺ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമായിട്ട് ഫ്രോസണായിട്ട് നിൽക്കുന്നുണ്ട്. GCC രാജ്യങ്ങളിലുമുണ്ട്, ഫ്രോസണായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് വെപ്പ്. ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞ ദിവസം ആദ്യം അത് കൊടുക്കാമെന്നുള്ളൊരു നിലയിലായിരുന്നു ഈ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരുന്നത്. കാരണം അതുകൊണ്ടാണ് നെഗോസിയേഷനിലെ ഒന്നാമത്തെ ഐറ്റമായി ഇത് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നു അതിനകത്ത് ഒരു പൈസ പോലും തരികയില്ല. കാരണം ഈ GCC രാജ്യങ്ങളിൽ, ബഹ്റൈനിൽ, കുവൈറ്റിൽ, സൗദി അറേബ്യയിൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലൊക്കെ നിങ്ങൾ വരുത്തിയ വലിയ പരിക്കുകളുണ്ട്. ആ പരിക്കുകൾ റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ അവരെ നിങ്ങളെ കൊന്നു കളഞ്ഞ മനുഷ്യരുണ്ട്, ഇന്ത്യക്കാരടക്കമുള്ള ആളുകളെ നിങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യർക്കെല്ലാം കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ ആയിട്ട് ഈ പണം ഉപയോഗിക്കും എന്നുള്ളതാണ് ട്രംപ് അവരോട് പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം. അതുകൊണ്ട് ഇതിനകത്ത് ഒരു പൈസ പോലും കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് അതിനുശേഷമാണ് ഈ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം IRGC സംഘടിപ്പിച്ചത്. അപ്പം IRGCയുടെ ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഈ ഫ്രോസൺ അസറ്റ് കൂടി ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ട്രംപിനെ പ്രഷറൈസ് ചെയ്യുക, ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് യുദ്ധമുഖം വീണ്ടും വികസിപ്പിക്കും, അല്ലെങ്കിൽ വീണ്ടും തങ്ങൾ ഈ പ്രദേശം മുഴുവൻ യുദ്ധത്തിലേക്ക് എത്തിക്കും എന്ന് ട്രംപിനൊരു മെസ്സേജ് കൊടുക്കുക. ആ മെസ്സേജ് വഴി എഗ്രിമെൻറ്റിനകത്ത് തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചേർത്തിയെടുക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി IRGCയുടെ ഇസ്രായേൽ ആക്രമണത്തിനുണ്ട് എന്നും അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. അതിനിടയിലൂടെ ഇന്നിപ്പോൾ 102ാമത്തെ ദിവസമാണ്. നമ്മുടെ ഖമനേയി എന്ന് പറയുന്ന മൂത്ത ഖമനേയി മരിച്ചിട്ട് അത്രയും ദിവസങ്ങൾ തന്നെ ആയിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹത്തിന് ശവസംസ്കാരം നടത്താൻ ഇറാന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ശവസംസ്കാരം നടത്തുമെന്ന് ഔദ്യോഗികമായിട്ട് ഇറാൻ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ എത്രയാവുന്നു. അദ്ദേഹത്തിന് ശവസംസ്കാരം എവിടെയാണ് എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കത് സംസ്കരിക്കാൻ കഴിയുന്നില്ല. കാരണം അന്ന് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാൻ്റെ മൊത്തം തലയാണ് പോയത്. ഇറാൻ്റെ ഈ പറയുന്ന ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരുന്ന മുഴുവൻ ആളുകളും, അതുപോലെ അതിൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും, സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ ആളുകളും അന്നത്തെ ആ ഒരു മിസൈൽ ആക്രമണത്തിൽ തീർന്നു പോയിട്ടുണ്ട്. കാരണം അവരുടെ ഒരു മീറ്റിംഗ് സ്ഥലത്തേക്കാണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടായത്. അത് കൃത്യമായിട്ട് ഇസ്രായേലി ചാരന്മാർ ചോർത്തിക്കൊടുത്ത വിവരം അനുസരിച്ചാണ് ആക്രമണം ഉണ്ടായതെന്നുള്ള കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനകത്തുനിന്ന് ഡെഡ് ബോഡികൾ റിക്കവർ ചെയ്തിട്ട് ഒരു ഡെഡ് ബോഡി പോലും തിരിച്ചറിയാവുന്ന കണ്ടീഷനിലായിരുന്നില്ല. DNA പരിശോധന വഴിയാണ് പലരുടെയും ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെടുക്കുകയും അവയൊക്കെ ഔദ്യോഗികമായിട്ട് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി സംസ്കരിക്കാതെ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് ഈ മൂത്ത ഖമനേയിയുടെ ഡെഡ് ബോഡി മാത്രമാണ്. അത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. DNA പരിശോധന വഴി അങ്ങനെ ഒരു ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അതോ ആരുടെയെങ്കിലും ബോഡി എടുത്ത് വെച്ചത് ഖമനേയി ആണെന്ന് പറയുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്നാമത്. രണ്ടാമത് ഖമനേയിയെ വാഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആളെ ഇവർ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇയാളുടെ ശവസംസ്കാരം ഉണ്ടെങ്കിൽ അയാൾ മകനാണ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പുറത്തു വരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പുറത്തു വരുന്നു എന്നുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്ത് കാണിക്കേണ്ടി വരും. അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് ലോകം അറിയും. ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കോലം എന്താണെന്ന് ലോകം കാണും എന്നുള്ള ഭയമാണോ ഇവരെ ഈ ശവസംസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നുള്ളത് വേറൊരു വിഷയമുണ്ട്. കൂടാതെ ഇതിന് മുൻപ് ഇറാനിൽ നടന്ന ഏറ്റവും ആഘോഷമായൊരു ശവസംസ്കാരമുണ്ട്. അത് ഖാസിം സുലൈമാനി എന്ന് പറയുന്ന അമേരിക്ക കൊന്നുകളഞ്ഞ IRGCയുടെ കമാൻഡറാണ്. അവരുടെ ഏറ്റവും ടോപ്പ് ലെവൽ ലീഡറായിരുന്ന, ഒരുപക്ഷേ ഖമനേയിക്കൊപ്പം ഇറാനിൽ തലയെടുപ്പുണ്ടായിരുന്ന ഒരാളായിരുന്നു ഖാസിം സുലൈമാനി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം അമേരിക്കൻ സേനയെ ഇറാഖിൽ ആക്രമിച്ച ആളാണ്. 125 അമേരിക്കൻ സേനാംഗങ്ങൾക്ക് പരിക്ക് പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇറാനിലെ വലിയ ഹീറോ ആയിരുന്നു. ആ ഹീറോനെ അമേരിക്കൻ സേന വധിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ഇറാൻ്റെ മുഴുവൻ, ആ രാജ്യത്തിൻ്റെ മുഴുവൻ പങ്കെടുപ്പോടുകൂടി വലിയ തോതിൽ ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് പീപ്പിളിൻ്റെ സാന്നിധ്യത്തിലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലും ചെറിയ ഒരു സംസ്കാരം ഈ ഖമനേയി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് ഈ പെട്ടിക്കകത്തുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ഈ ശരീരത്തിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും വലിയൊരു സംസ്കാരം അറേഞ്ച് ചെയ്യുമ്പം ഇറാൻ്റെ തലപ്പത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇറാൻ്റെ ടോപ്പ് മോസ്റ്റ് ഒഫീഷ്യൽസൊക്കെ മസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. ആരുടെയെങ്കിലും തല പുറത്ത് കണ്ടാൽ
അത് ഇസ്രായേലിന് മിസൈൽ കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പായതുകൊണ്ടും ഇവർക്ക് ഈ ശവസംസ്കാരം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അനലിസ്റ്റുകൾ പറയുന്ന വേറെ ഒരു വിഷയം. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോഴത്തെ വാർത്തകളുള്ളത്. കൂടാതെ അനലിസ്റ്റുകളുടെ ഒരു അനാലിസിസ് പ്രകാരം ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ IRGCയുടെ ഭാഗത്തു നിന്ന് വരുന്ന ആക്രമണങ്ങളും അതുപോലെ US-ൻ്റെ ഭാഗത്തുണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ ഈ എഗ്രിമെൻറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ എഗ്രിമെൻ്റ് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാം, തങ്ങൾക്ക് കൂടുതൽ ഫേവറബിൾ ആക്കിയെടുക്കാം എന്നാണ് രണ്ട് ഭാഗവും ഈ ആക്രമണത്തിൻ്റെ പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇറാനെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ പോർട്ടുകളിലേക്കൊന്നും ഒരു കപ്പലിന് പോലും പോകാൻ പറ്റില്ല. ഇറാനിലേക്ക് $1 പോലും എത്തുന്നില്ല എന്ന് അമേരിക്ക ഉറപ്പാക്കേണ്ടതുണ്ട്. ഇന്ന് റഷ്യ ഏതെങ്കിലും മിസൈലുകൾ കൊടുത്ത് ഇറാനെ സഹായിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ റഷ്യ ഇവിടെ ഉക്രൈനുമായിട്ട് വലിയ യുദ്ധത്തിലാണ്. അവർക്ക് ആവശ്യമുള്ള മിസൈലുകൾ ഉണ്ടാക്കാൻ തന്നെ അവർക്ക് നേരമില്ല. അപ്പോൾ ഇവർക്ക് ആയുധം കൊടുത്തുകൊണ്ട് ഇവരെ സഹായിക്കുക എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല റഷ്യയ്ക്ക് ആവശ്യമായ ഡ്രോണുകളൊക്കെ നിർമ്മിച്ച് നൽകിയിരുന്നത് ഇറാനായിരുന്നു. ഇപ്പം ഇറാന് സ്വന്തം ആവശ്യമുള്ള സാധനങ്ങൾ പോലും നിർമ്മിക്കാനുള്ള സാഹചര്യമില്ല. കാരണം അത്തരം ഫാക്ടറികളെല്ലാം തന്നെ അമേരിക്കയും ഇസ്രായേലും തകർത്ത് കളഞ്ഞു. അപ്പം റഷ്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ ലഭിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഒക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇറാന് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം ഉക്രൈൻ ആക്രമിച്ച് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വരെ എത്തിയിരിക്കുന്നു, റഷ്യയുടെ തലസ്ഥാനം വരെ എത്തിയിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇറാനെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഇത്തരം ആക്രമണങ്ങൾ ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ ഉണ്ടാവാൻ പോകുന്ന എഗ്രിമെൻറ്റിൽ തങ്ങളുടെ ഭാഗം എത്രത്തോളം ശക്തമായി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് രണ്ട് ഭാഗവും ശ്രമിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പാകിസ്ഥാൻ ഇത് ബ്ലോക്ക് ചെയ്ത് എത്രയും വേഗം ഇത് തീരുമാനത്തിലെത്തും എന്ന് ഇപ്പോഴും പ്രസ്താവനകൾ വരുന്നുണ്ട്. ട്രംപ് അതിനിടയിലൂടെ നെതന്യാഹുവിനെ വാൺ ചെയ്തതായി ചില പ്രസ്താവനകൾ വരുന്നുണ്ട്. ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത് ഇനിയും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ട് പോവുകയാണ്, നെതന്യാഹു ഒറ്റയ്ക്കാവുമോ എന്ന് ഓർത്തുകൊള്ളണം എന്നൊക്കെയാണ്. പക്ഷേ നമുക്കറിയാവുന്നവരെ ട്രംപ് സംസാരിക്കുന്ന വാസ്തവത്തിൽ നെതന്യാഹുവിനോടല്ല, അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ വോട്ടേഴ്സിനോടാണ്. നെതന്യാഹുവും അദ്ദേഹവും തമ്മിൽ ഫോണിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. നെതന്യാഹു പറയുന്നത് ഞാനും ട്രംപും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഞങ്ങൾ 100% ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ട്രംപ് പറയുന്നത് ഞാൻ നെതന്യാഹുവിനെ വരച്ച വരെ നിർത്തിയിട്ടുണ്ട്, അവൻ അനങ്ങിയ ശരിയായി കളയും എന്നൊക്കെയാണ്. വാസ്തവത്തിൽ ഇത് അമേരിക്കൻ വോട്ടേഴ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംസാരമാണ്. ഇന്നലെ ഇറാനിൽ ആക്രമിച്ചതും IRGC ആരോപിക്കുന്നത് പോലെ അമേരിക്കൻ സഹായത്തോടെ തന്നെ ആയിരിക്കാൻ നല്ല സാധ്യതയുണ്ട് താനും.